ഓം നമഃ ശിവായ. ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. രാജയോഗങ്ങളിൽ ഏറ്റവും മികച്ച യോഗം ആണ് ഗജകേസരി യോഗം. ജീവിതത്തിൽ ഒരാൾക്ക് കൈവരുന്ന മഹാഭാഗ്യങ്ങളിൽ ഒന്നാണ് ഗജകേസരി യോഗം. വേദജ്യോതിഷത്തിൽ വ്യാഴവും ചന്ദ്രനും തമ്മിലുള്ള ബന്ധം ഏറ്റവും ശുഭഫലദായകമായ കൂട്ടുകെട്ടായാണ് കരുതപ്പെടുന്നത്. വ്യാഴവും ചന്ദ്രനും തമ്മിലുള്ള കൂട്ടുകെട്ടിലൂടെ പിറവിക്കൊള്ളുന്ന രാജയോഗമാണ് ഗജകേസരി യോഗം. ഗ്രഹനിലയിൽ ചന്ദ്രന്റെ സ്ഥാനത്ത് നിന്നും കേന്ദ്രത്തിലോ 1, 4, 7, 10 എന്നീ ഭാവങ്ങളിലോ വ്യാഴം വരുമ്പോഴാണ് ഗജകേസരി യോഗം രൂപം കൊള്ളുന്നത്. ഗജകേസരി യോഗത്താൽ ഇന്നുമുതൽ രാജാവിനെ പോലെ വാഴാം ഈ രാശിക്കാർക്ക്. ഇന്നത്തെ ഗജകേസരി യോഗം ഇന്ന് ഇടവം രാശിയിൽ വ്യാഴത്തിന്റെയും ചന്ദ്രന്റെയും സംയോഗമുണ്ടാകാൻ പോകുകയാണ്. ഇതിലൂടെ ഗജകേസരി രാജയോഗം പിറവികൊള്ളുന്നു. ശുക്രന്റെ ആധിപത്യമുള്ള രാശിയാണ് ഇടവം. ഗജകേസരി യോഗത്തിന്റെ ഗുണഫലങ്ങളും സൗഭാഗ്യങ്ങളും ഇന്ന് പ്രധാനമായും 3 രാശികളിലാണ് വന്നെത്തിയിരിക്കുന്നത്. ആ രാശികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഇടവം ആണ് ആദ്യത്തെ രാശി. ഗജകേസരി യോഗം രൂപം കൊള്ളുന്ന ഇടവം രാശിയിൽ പിറന്നവർക്ക് ഈ രാജയോഗം അസുലഭയോഗങ്ങൾ നൽകും. ഇടവം രാശിയുടെ ലഗ്നഭാവത്തിലാണ് ഈ രാജയോഗം ഉണ്ടാകുന്നത്. അതുകൊണ്ടുതന്നെ ഇടവം രാശിക്കാരുടെ വ്യക്തിത്വം കൂടുതൽ ആകർഷകമായി തീരും. ഈ രാശിക്കാർക്ക് അവർ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. ബിസിനസ്സുകളിൽ ഉയർന്നുവരാൻ ഇടയുണ്ടാകും. ബിസിനസ്സിൽ ഇന്ന് മികച്ച ലാഭമുണ്ടാക്കും. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. പുതിയ വരുമാന ശ്രേയാതസ്സുകൾ കണ്ടെത്തും. അതിലൂടെ പണം സമ്പാദിക്കാൻ തുടങ്ങും. വലിയ ആളുകളുമായി പരിചയം സ്ഥാപിക്കാനും ഭാവിയിൽ അതിലൂടെ നേട്ടമുണ്ടാക്കാനും ഇവർ കഴിയും. കുടുംബബന്ധങ്ങൾ ദൃഢമായിത്തീരുകയും ദാമ്പത്യബന്ധം കൂടുതൽ സുന്ദരമായിത്തീരുകയും ചെയ്യും. പങ്കാളിയിൽ നിന്നും കൂടുതൽ സ്നേഹവും സഹകരണവും ഉണ്ടാവും. അടുത്ത രാശി തുലാം ആണ്. ഇന്നത്തെ ഗജകേസരി യോഗം തുലാം രാശിക്കാർക്ക് നല്ല ദിനങ്ങൾക്ക് തുടക്കമേകും. തുലാം രാശിയുടെ 9ാം ഭാവത്തിലാണ് ഈ രാജയോഗം വന്നെത്തിയിരിക്കുന്നത്. ഈ കാലയളവിൽ തുലാം രാശിക്കാർക്ക് ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ ആനുകൂല്യം പല അവസരങ്ങളിലും അനുഭവപ്പെടുന്നതായിരിക്കും. ധനയോഗമാണ് ഈ സമയത്ത് എടുത്തുപറയേണ്ട മറ്റൊരു നേട്ടം. അതിനാൽ തന്നെ സമ്പാദ്യം വളരുകയും സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടുകയും ചെയ്യും. യാത്രകൾ നടത്താനും വളരെ അനുകൂലമായ സമയമാണ് ഇത്. ഇവർക്ക് സ്വദേശത്തോ വിദേശത്തോ യാത്രകൾ നടത്താനുള്ള യോഗമുണ്ട്. ഈ രാശിക്കാർക്ക് തൊഴിൽ രംഗത്ത് തിളങ്ങാൻ സാധിക്കുന്നതാണ്. എല്ലാ മേഖലകളിലും വിജയമുണ്ടാക്കാൻ ഇവർക്ക് കഴിയും. മംഗളകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗമുണ്ടാകും. തുലാം രാശിയിൽ ജനിച്ച വിദ്യാർത്ഥികൾ മത്സരപരീക്ഷകളിൽ വിജയിക്കും. മേടം ആണ് അടുത്ത രാശി. മേടം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ഗജകേസരി യോഗം ഗുണകരമായി തീരും. കാരണം മേടം രാശിയുടെ ധനം, ഭാഷണം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ഈ രാജയോഗം സംഭവിക്കുന്നത്. അപ്രതീക്ഷിത ധനലാഭമാണ് മേടം രാശിക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത്. ഈ രാജയോഗം നിമിത്തം ഈ രാശിക്കാർക്ക് വളരെ അധികം നേട്ടം ഉണ്ടാകും എന്നതാണ് ഏറ്റവും മികച്ചൊരു കാര്യം. പല കാര്യങ്ങളിലും ബുദ്ധിക്ഷമത കൊണ്ടും കൗശലം കൊണ്ടും മേടം രാശിക്കാർ വിജയം നേടുന്നതാണ്. പണം സമ്പാദിക്കും. അതേപോലെ വലിയ രീതിയിൽ പണം സമ്പാദിക്കാൻ കഴിയുന്ന സമയങ്ങളിൽ